ഏവർക്കും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ 6ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 5 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 5ാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രസ്സിൽ തന്നെയാണ്. ആകെ 1250 രൂപ നിക്ഷേപിച്ചതിൽ 1000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു, 250 രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. ഇന്നലെയും റെഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് അവധിയാണ്. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ മാർക്കറ്റ് അവധി ദിവസം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡെബ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഏത് ഡെബ്റ്റ് ഫണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്? നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ നിക്ഷേപം നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിൽ ആക്കാം. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.08% ആണ്. ഇവിടെയും സ്റ്റാമ്പ് ഡ്യൂട്ടി 0.005% കൊടുക്കേണ്ടതുണ്ട്. ഹോൾഡിങ്സ് കണ്ടോ? ട്രഷറി ബിൽസാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ റിസ്ക് കുറവാണ്. അതുപോലെ തന്നെ ലഭിക്കുന്ന ഇൻട്രസ്റ്റും കുറവായിരിക്കും. ഒരു വർഷത്തേക്ക് 6.2%. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാം. ഒരു ഫൈനുമില്ല. ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നൽകിയാൽ മതി. എനിക്ക് 12 ലക്ഷം വാർഷിക വരുമാനമില്ലാത്തതുകൊണ്ട് ഒരു സ്ലാബും ഇല്ല, ഒന്നും അടയ്ക്കുകയും വേണ്ട. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ 250 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗവിൽ എൻ്റർ ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 6ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നാളെ നമുക്ക് 7ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.